ഈ സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ നമുക്ക് ആകെ ചായക്ക് പിരിയുന്ന അരമണിക്കൂറിൻ്റെ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയം കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത്യാവശ്യം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞ് ഞാൻ പോയത്. അതിനിങ്ങനെ ഒരു വക്രീകരിച്ച് വാർത്തയുണ്ടാക്കുക എന്നത് എങ്ങനെയാണ് നെഗറ്റീവ് ഉണ്ടാക്കുക എന്ന നിങ്ങളുടെ ഗവേഷണപരമായ പ്രവർത്തനത്തെ ഞാൻ അംഗീകരിച്ചു. CPIM സംസ്ഥാന സമ്മേളന നഗരിയിലുള്ള മീഡിയ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടാണ് മീഡിയ സെൻറ്ററിൻ്റെ ഒരു സ്റ്റോർ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ അസത്യവും അർദ്ധസത്യങ്ങളുമായിട്ടാണ് മറ്റു മാധ്യമങ്ങൾ വെളിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരിടമാണ് CPM സംസ്ഥാന സമ്മേളന വേദിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ മീഡിയ സെൻറ്റർ. അപ്പം ഈ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അസത്യപ്രചരണത്തിനുള്ള ഒരു ഉപാധിയാക്കിയിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ തീവ്രമായ അസത്യപ്രചരണം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഈ മീഡിയ സെൻറ്ററിൻ്റെ ആവശ്യകത, എന്തുകൊണ്ടാണ് സത്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യകത പാർട്ടി ഏറ്റെടുത്തത് എന്നുള്ള കാര്യങ്ങൾ പറയുവാനായിട്ട് മീഡിയ സബ് കമ്മിറ്റി കോർഡിനേറ്ററായിട്ടുള്ള മുരളീധരൻ സഖാവാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ സമ്മേളന കാലമാകുമ്പോൾ സമ്മേളനത്തെ സംബന്ധിച്ച് അസത്യ പ്രചരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു രീതി. ഇവിടെ നമ്മുടെ മീഡിയ സെൻറ്റർ എന്ന് പറയുന്നത് CPM പോലെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ബഹുജന വിപ്ലവ പാർട്ടിയുടെ സമ്മേളനത്തിൽ നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ചെടുക്കുന്ന ശക്തമായ നിലപാടുകൾ, രൂപീകരിക്കുന്ന നയങ്ങൾ ഏറ്റവും സത്യസന്ധമായും സുതാര്യമായും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സത്യത്തിൻ്റെ ഒരു നേർരേഖയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ മീഡിയ സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സമ്മേളനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഈ മീഡിയ സെൻറ്ററിൽ നിന്നും പുറത്തു വിടുന്ന കൃത്യമായ നിലപാടുകളാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ മീഡിയ സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ വിമർശനം, സ്വയം വിമർശനം എന്നൊക്കെ പറയുന്ന പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ചർച്ചയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നറിയാതെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ടൊരു സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ബുദ്ധി അല്ലെങ്കിൽ രാഷ്ട്രീയ വിവരം പല മാധ്യമങ്ങൾക്ക് നിലവിൽ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? അത് കൃത്യമായി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മാഷ് കൃത്യമായി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം വിമർശനത്തിൻ്റെ തലത്തിൽ ചർച്ചകളും മറ്റും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ജനാധിപത്യ രീതി കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. അപ്പോൾ അതിനെ കണ്ടുകൊണ്ടാണ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തെറ്റായ പ്രചരണങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി സമ്മേളന കാലയളവിൽ പൊതുസമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇതെല്ലാം പുറത്തുവിടുന്നത്. CPIM-നെ പറ്റി, ഒരു CPIM സംസ്ഥാന സമ്മേളനത്തെ പറ്റി ഇനിയും മാധ്യമങ്ങൾ വാർത്ത ചെയ്യുമ്പോൾ അവർക്കൊരു കുറച്ചും കൂടെ പ്രബുദ്ധത കൈവരിക്കണം എന്ന് തോന്നലുണ്ടായിട്ടുണ്ടോ? അത് തന്നെയാണ് നമ്മുടെ മീഡിയ സെൻറ്ററിൻ്റെ ലക്ഷ്യം. ഇവിടുന്ന് കൊടുക്കുന്ന വാർത്തകളാണ് കൃത്യമായി സമ്മേളനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജനത്തെ അറിയിക്കേണ്ടത്. അതിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റായ വാർത്തകളെ വക്രീകരിച്ച് കൊടുക്കുന്ന ഒരു ശൈലി വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പൊതുവെ കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ സമ്മേളനങ്ങളിൽ തെറ്റായ നടപടിക്രമങ്ങളാണ് നടക്കുന്നത് എന്നുള്ള പ്രചരണം സത്യം നമ്മുടെ ഈ മീഡിയ സെൻറ്റർ വഴി പാർട്ടി നേതൃത്വം പുറത്തു വിട്ടാലും അതിനെ വക്രീകരിച്ച് വാർത്ത കൊടുക്കുന്നത് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ മീഡിയ സെൻറ്ററിലൂടെ പുറത്തു പോകുന്ന വാർത്തകൾ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. സത്യം പറയാതിരിക്കുക, അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കുക, യാഥാർത്ഥ്യത്തെ വക്രീകരിച്ച് കാണിക്കുക എന്നതൊക്കെയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മീഡിയ സെൻറ്റർ സംസ്ഥാന സമ്മേളന വേദിയിൽ പ്രവർത്തിക്കുന്നത്. ക്യാമറാമാൻ പ്രകാശിനൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.